ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമറാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രാമറൊക്കെ തുടങ്ങുന്നത് തന്നെ നൗണ് എന്ന് പറയുന്നൊരു ഇതിലാണ്. സോ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമങ്ങൾ അഥവാ നെയിമിങ് വേർഡ്സ്. എക്സാമ്പിളായിട്ട് പേഴ്സൺ, ഒരാളുടെ പേര്, അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പേര്, ഇതൊക്കെ നൗൺസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പേഴ്സൻ്റെ പേര് നോക്കുകയാണെങ്കിൽ രാമു. രാമു എന്ന് പറയുന്നത് ഒരു നൗണാണ്. അതേപോലെ തന്നെ പ്ലേസ്, സ്ഥലത്തിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ നിലമേൽ, അതേപോലെ തിരുവനന്തപുരം, ആലപ്പുഴ, ബംഗ്ലാകുന്ന് എല്ലാം ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നൗണാണ്. തിങ്ങം, ആപ്പിൾ. ഓക്കെ, അപ്പോൾ ആപ്പിള്, ഓറഞ്ച്, ടേബിള്, ബോട്ടില് ഇതെല്ലാം തിങ്ങാണ്. അപ്പോൾ എന്തിൽ വരും? നൗണിൽ തന്നെ വരും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. പ്രിയ ഈസ് ഗോയിങ്, പ്രിയ പോവുകയാണ്. ഇതിൽ നൗൺ ഏതാണ്? പ്രിയ. പ്രിയ എന്നതാണ് ഇവിടെ നൗണായിട്ട് വന്നിട്ടുള്ളത്. അതൊരു പേരാണ്. ഓക്കെ, നെയിമാണ് ഈ പ്രിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേര്. അരുൺ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഇവിടെ രണ്ട് നൗൺസ് വരുന്നുണ്ട്. ഒന്ന് അരുൺ എന്നൊരു നൗണും രണ്ട് ഫുട്ബോളും. ഈ രണ്ട് നൗൺസ് ആണ് ഇവിടെ വരുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. ഓക്കെ ഓക്കെ അരുൺ ഈസ് പ്ലേയിങ് വിത്ത് ആണ് കേട്ടോ. ഇവിടെ വിത്ത് എഴുതാൻ ഞാൻ വിട്ടുപോയി. വിത്ത് ഫുട്ബോൾ. അപ്പോൾ അരുൺ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. ഓക്കെ, അരുൺ ഈസ് പ്ലേയിങ് വിത്ത് ഫുട്ബോൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, അരുൺ ഫുട്ബോൾ വെച്ച് കളിക്കുകയാണ്. ഇനിതാ, എ പാരറ്റ് ക്യാൻ ടോക്ക്. ഒരു പാരറ്റിന് സംസാരിക്കാൻ കഴിയും. അതിപ്പോൾ ഇവിടെ ഏതാ നൗണായിട്ട് വന്നിട്ടുള്ളത്? പാരറ്റ്, തത്ത. ഓക്കെ, ഇനിയുള്ളത് ട്രിവാൻഡ്രം അഥവാ TVM. TVM എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ ഷോർട്ട് ഫോം ആണ്. തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഇവിടെയും രണ്ട് നൗൺസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പിന്നെ കേരളയും. ഇത് രണ്ടും പ്ലേസസ് ആണ്, സ്ഥലങ്ങളാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഒരു നൗൺ തുടങ്ങുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ച് വേണം തുടങ്ങാൻ. ഓക്കെ, നെക്സ്റ്റ് ഗ്രാമറിലേക്ക് പോവാം. പ്രോനൗൺസ്. പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവനാമം. ഓക്കെ, വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് നൗൺസ്. നൗൺസിന് പകരം ഉപയോഗിക്കുന്നതിനെയാണ് ഈ പ്രോനൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, them, us, his, her, him. ഓക്കെ, നമുക്കിനി കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. രാമു ആൻഡ് അജിത്ത് ആർ ഫ്രണ്ട്സ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. രാമുവും അജിത്തും ഫ്രണ്ട്സ് ആണ്. ദേ ആർ പ്ലേയിങ് ക്യാരംസ്. ഇവിടെ നോക്കിക്കോ, ദേ. നമ്മൾ ഈ രാമു ആൻഡ് അജിത്ത് ആർ പ്ലേയിങ് ക്യാരംസ് എന്നാണ് എഴുതിയത്? അല്ല, നമ്മൾ എഴുതിയിട്ടുള്ളത് ദേ. ഈ രാമു ആൻഡ് അജിത്ത് എന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതിന് പകരം ദേ എന്നൊരു വേർഡ് നമ്മൾ അവിടെ യൂസ് ചെയ്തു അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിക്കോ. റീനു ഈസ് സിംഗിങ്. ഷീ സിംഗ്സ് വെരി വെൽ. ഹെർ വോയിസ് ഈസ് അമേസിങ്. ഇതിൽ നോക്കിക്കോ, റീനു ഈസ് സിംഗിങ്. റീനു പാട്ട് പാടുകയാണ്. ഷീ സിംഗ്സ് വെരി വെൽ. അവൾ നന്നായി പാടുന്നുണ്ട്. ഇവിടെ നമ്മൾ റീനു സിംഗ്സ് വെരി വെൽ എന്നാണോ എഴുതിയിട്ടുള്ളത്? ഇവിടെ നമ്മൾ ഷീ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? റീനു എന്ന പേര് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഷീ എന്ന പേരാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കോ, ഷീ സിംഗ്സ് വെരി വെൽ. അവൾ നന്നായി പാട്ട് പാടുന്നുണ്ട്. ഇനി ഹെർ വോയിസ് ഈസ് അമേസിങ്. അവളുടെ ശബ്ദം വളരെ മനോഹരമാണ്. ഓക്കെ, ഇവിടെയും നമ്മൾ റീനൂസ് വോയിസ് ഈസ് അമേസിങ് എന്നല്ല പറയുന്നത്, ഹെർ. റീനു എന്ന വേർഡിന് പകരം നമ്മൾ ഹെർ എന്ന വേർഡ് അവിടെ യൂസ് ചെയ്തു അല്ലേ? ഓക്കെ, ഹെർ വോയിസ് ഈസ്
amazing. ഇനി അടുത്തത് അരുൺ ഈസ് വാച്ചിങ് ടി വി. അരുൺ ടി വി കാണുകയാണ്. he likes to see cartoons. അവന് കാർട്ടൂൺ കാണാൻ വളരെ ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ അരുൺ എന്ന വേർഡാണോ യൂസ് ചെയ്തിരിക്കുന്നത്? അല്ല, അരുൺ എന്ന വേർഡിന് പകരം ഹി, അവന് എന്നതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹിസ് ഫേവറേറ്റ് ചാനൽ ഈസ് കൊച്ചു ടി വി. അവൻ്റെ ഫേവറേറ്റ് ചാനൽ കൊച്ചു ടി വി ആണ്. ഇവിടെയും നമ്മൾ അരുൺസ് ഫേവറേറ്റ് ചാനൽ എന്നല്ലല്ലോ പറയുന്നത്, അവൻ്റെ ഹിസ് എന്ന ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മായ ആൻഡ് ഐ ആർ ഓൾഡ് ഫ്രണ്ട്സ്. മായയും ഞാനും പഴയ കൂട്ടുകാരായിരുന്നു. വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ 10 years. നമുക്ക് 10 വർഷമായി പരസ്പരം അറിയാം. നോക്കിക്കോ, ഇവിടെ മായ ആൻഡ് ഐ ഹാവ് നോൺ ഈച്ച് അതർ ഫോർ 10 years എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ല, മായ ആൻഡ് ഐ എന്ന ഈ പദത്തിന് പകരം നമ്മൾ വി എന്നൊരു പദം ഇവിടെ യൂസ് ചെയ്തു അല്ലേ? അപ്പൊ പ്രോനൗൺ എല്ലാവർക്കും മനസ്സിലായല്ലോ. നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. അഡ്ജക്റ്റീവ്സ്, നാമവിശേഷണം. അതായത് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ നാമവിശേഷണം. എക്സാമ്പിൾ നോക്കിക്കോ. ബ്യൂട്ടിഫുൾ, കോൾഡ്, ഹോട്ട്, സ്മോള്, ലോങ്, ഷോർട്ട്, സ്മാർട്ട്, ടാള്, സ്വീറ്റ്. ഓക്കെ, ഇനി ഇതൊക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ഗേൾ. ഗേൾ ഒരു നൗണാണ്. അപ്പോൾ നമ്മൾ ആ നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഗേൾ, സുന്ദരിയായ പെൺകുട്ടി അല്ലെങ്കിൽ മനോഹരമായ പെൺകുട്ടി. ഓക്കെ, ഇനി ഇതാ കോൾഡ്. കോൾഡ് ഐസ്ക്രീം, തണുത്ത ഐസ്ക്രീം. ഹോട്ട്, ഹോട്ട് കോഫി. ഹോട്ട് അതായത് ചൂടുള്ള ചായ അല്ലെങ്കിൽ കാപ്പി. സ്മോൾ എന്താണ്? ചെറിയ ബോയ്, സ്മോൾ ബോയ്, ചെറിയ ആൺകുട്ടി. ലോങ്, ലോങ് ഹെയർ, നീളമുള്ള മുടി. ഷോർട്ട്, ഷോർട്ട് സ്കേർട്ട്, ചെറിയ പാവാട. സ്മാർട്ട്, സ്മാർട്ട് ബോയ്, എന്താണ്? ബുദ്ധിയുള്ള അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള ആൺകുട്ടി. ടോൾ, ടോൾ ഗേൾ, പൊക്കമുള്ള പെൺകുട്ടി. സ്വീറ്റ്, ലഡു, നല്ല മധുരമുള്ള ലഡു. ഓക്കെ, ഇനി നമുക്ക് 2 സെന്റൻസ് നോക്കാം. TVM ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. എന്താണ്? TVM ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. ഇവിടെ കണ്ടോ, ബ്യൂട്ടിഫുൾ. ഇവിടെ TVM എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ട്രിവാൻഡ്രം എന്ന പദത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോ. ദ ഗ്രൗണ്ട് ഈസ് ബിഗ്. ദ ഗ്രൗണ്ട് ഈസ് ബിഗ്. ഗ്രൗണ്ട്, മൈതാനം വളരെ വലുതാണ്. ഇവിടെ ബിഗ്, ഗ്രൗണ്ട് എന്ന പദത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ബിഗ്, വലുത്. ഓക്കെ ഓക്കെ, ഇനി വെർബ് അഥവാ ക്രിയ. ഡൂയിങ് വേർഡ്സ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇവിടെ വെർബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കിക്കോ. എക്സാമ്പിൾ, റീഡ് വായിക്കുക, റൈറ്റ് എഴുതുക, ജംപ് ചാടുക, ഡാൻസ് നൃത്തം ചെയ്യുക, പിന്നെ റൺ ഓടുക, സിംഗ് പാടുക, ക്രൈ കരയുക, സ്പീക്ക് സംസാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് നോക്കാം. ലത ഈസ് റൈറ്റിംഗ് ഹെർ നോട്ട്സ്. ലത അവളുടെ നോട്ടുകൾ റൈറ്റ് ചെയ്യുകയാണ്, എഴുതുകയാണ്. ഇവിടെ ഏതാണ് വെർബായിട്ട് വരുന്നത്? റൈറ്റിംഗ്, എഴുതുക എന്നതാണ് ഇവിടെ വെർബായിട്ട് വരുന്നത്. സുമ ഈസ് ഡാൻസിങ്. സുമ നൃത്തം ചെയ്യുകയാണ്. ഡാൻസിങ് ആണ് ഇവിടെ വെർബായിട്ട് വരുന്നത്. ഇനി അരുൺ ഈസ് റണ്ണിങ്. അരുൺ ഓടുകയാണ്. ഇവിടെ റണ്ണിങ് ആണ് വെർബായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ദേ ആർ സിംഗിങ്. അവർ പാടുകയാണ്. അപ്പോൾ എങ്ങനെ വരിക? ഇവിടെ സിംഗിങ് ആണ് വെർബായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഗ്രാമറിൽ ചെറിയൊരു പോർഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ബാക്കി പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.